ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ കുർത്തിയുടെ നെക്കിലൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയിഡറി ആണ്. ഇത് ഞാൻ സീക്വൻസും അതുപോലെ ഷുഗർ ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറിലുള്ള സീഡ് ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസുമാണ്. ഞാനിപ്പോൾ ഇത് അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ നെയിം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ സീഡ് ബീഡ്സ് വന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മണികളായിട്ടാണ് സീഡ് ബീഡ്സ്. സീക്വൻസ് കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ളതാണ് സീക്വൻസ്. ഞാൻ ഓൾറെഡി കുറച്ച് ഫ്ലവേഴ്സ് തുന്നി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കിയും കൂടിയും കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി തുന്നി വെച്ച ഫ്ലവറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നെക്സ്റ്റ് ഫ്ലവർ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിനെ യൂസ് ചെയ്യണ സീക്വൻ ബീഡിന് രണ്ട് ഭാഗമുണ്ട്. അതായത് ഒരു ഭാഗം കുറച്ച് താന്നു നിൽക്കുന്നതും ഒരു ഭാഗം കുറച്ച് പൊന്തി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ താന്നു നിൽക്കുന്ന ഭാഗമാണ് മുകളിലോട്ട് വരേണ്ടത്. അതായത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഈ സീക്വൻ വെച്ചതിന് ശേഷം പിന്നെ ഒരു സീഡ് ബീഡ് വയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ താഴോട്ട് കുത്തി കൊടുക്കുക. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ. സെൻറ്ററിൽ നമ്മൾ ഒരു ഷെല്ല് വെച്ചു. എന്നിട്ട് അതിന് ചുറ്റും ഒരു 6 ഷെല്ല്, ഞാനിപ്പോൾ ഇതിൽ 6 ഷെല്ലാണ് ഇതിന് ചുറ്റും വെക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് റോ. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് ചെയ്യാൻ നോക്കുക. അതായത് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യാൻ നോക്കുക. ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കാണാനായിട്ട്, നല്ല തിക്കായിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ ഒട്ടും സ്പേസ് ഇല്ലാണ്ട്, അതായത് ഓരോ ഷെല്ല് വയ്ക്കുമ്പോഴും ഒട്ടും സ്പേസ് വരാതെ ചെയ്യാൻ നോക്കാം. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് 2 റോ ആയിട്ട് ചെയ്യുന്നത്. അതായത് ആദ്യം സെൻറ്ററിൽ ഒരു ഷെല്ല് വെച്ചു, അതിനുശേഷം അതിന് ചുറ്റും ഒരു 6 ഷെല്ല് വെച്ചു, എന്നിട്ട് വീണ്ടും അതിൻ്റെ ചുറ്റും വീണ്ടും കുറച്ചുകൂടി ഷെല്ല് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ബിഗ് ഫ്ലവറായിട്ട് തോന്നും. നിങ്ങൾക്കിപ്പോൾ ഇത്രയും വലുപ്പമുള്ള ഫ്ലവർ വേണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റോ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് റോ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ, അതായത് ഇത് വെച്ച അതേ മെത്തേഡിൽ തന്നെ നമ്മൾ സെക്കൻഡ് റോയും വെക്കാം. അതായത് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ തിക്കായിട്ട് വെക്കാൻ നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് റോയും ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഫ്ലവർ കുറച്ച് ഇത്രയും വലുപ്പമാണ് നമ്മുടെ ഫ്ലവറിന് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിതുപോലെ ഫസ്റ്റ് റോ ഫുള്ളും തുന്നി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓരോ ഫ്ലവറിൻ്റെ താഴെ ഓരോ ഷെല്ല് നമ്മൾ നേരത്തെ വെച്ചില്ല, അതുപോലെ ഓരോ ഷെല്ലിങ്ങനെ ലൈൻസായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതായത് ഓരോ ഫ്ലവറിൻ്റെയും താഴെ. അപ്പം ഞാനിത് കാണിച്ചു തരാം, ഫൈനൽ ലുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്.